ഉണ്ടോ? ഈ രണ്ട് സ്ഥലവും കായക്കൊടി വായിക്കണില്ല. എന്നിട്ട് ഈ അതായത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല. അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാലിം കെയും അബ്ദുൽ ജബ്ബാർ മദീനി. അത് വായിക്കാതെ അതിനപ്പുറത്ത് അത് ഇൻസിന്നാണ് തെറ്റിയതാണ്. അത് ആ ഫൗസാന്റെ തെറ്റായ ഫത്വ അത് അവരാ തിരുത്തി, നമ്മളല്ല. നോക്കങ്ങൾ പിന്നെയും പറയണത് തന്നെയാണ്, ഓലാ തിരുത്തണ്ട നമ്മളല്ല. കിതാബ് എഴുതിയ ആൾ മരിച്ചാൽ എന്താ കാട്ടുക? കിതാബ് എഴുതിയ ആൾ മരിച്ചുപോയി, എന്ത് കാട്ടും? ഇനി അത് തിരുത്താൻ പാടില്ല, ആ എഴുതിയത് അങ്ങനെ തന്നെ. ഷെയ്ഖ് ഫൗസാൻ മരിക്കുമല്ലോ, ഷെയ്ഖ് ഫൗസാൻ മരിക്കും. ഇത് വിഷയമാകുന്നതിന് മുമ്പ് മരിച്ചു എന്ന് വിചാരിച്ചോളൂ. എന്താ പറയാ? അത് തിരുത്താൻ പാടില്ല, അത് അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ കിതാബിൽ ഉണ്ടാകണം. പുതിയ പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ജാതി നിയമവും കൂടി ഉണ്ടാക്കേണ്ടി വരും ഈ പിഴച്ചവാദം നിലനിൽക്കണമെങ്കിൽ. അത് നമ്മളെ ന്യായീകരിച്ചിട്ടില്ല. ആ ഫത്വ കൊടുത്തിട്ട് ന്യായമേ പിടിച്ച് കണ്ടോ, ജിന്നിനോട് സഹായം ചോദിക്കാനാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, കായ്ക്കൊടി നിങ്ങൾക്ക് കണ്ണുണ്ടോ? ഇതെന്തെങ്കിലും കാണാഞ്ഞ്? ഈ വാചകത്തിന്റെ തൊട്ടു മുമ്പുള്ള വാചകം നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത്? എന്തിനാ മറച്ചു വെച്ചത്? എനിക്ക് കണ്ണുണ്ട്, എനിക്ക് കണ്ണുള്ളത് കൊണ്ട് ഞാൻ ആ പേജിൽ തന്നെ കണ്ട വേറൊരു ഭാഗം കൂടി കാണിക്കാം. ഇത് ആ പുസ്തകത്തിലുള്ളതാണല്ലോ, ഈ വായിച്ച അതേ പേജിലുള്ളതാണല്ലോ. എന്താ ഈ പേജിൽ പറയുന്നത്? ഈ പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, 3 എന്നാണ് കാണുന്നത്. 3 എന്ന് കാണുന്നതിന്റെ മുമ്പേ 1ഉം 2ഉം കഴിഞ്ഞു പോയിട്ടുണ്ടാവല്ലോ. 1ഉം 2ഉം കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തിന്റെ 1ഉം എന്തിന്റെ 2ഉം കഴിഞ്ഞു പോയത്? എന്തിന്റെ 3ആയി പറയുന്നത്? ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക. എന്താ പറയുന്നത്? ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക. ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി എന്ന് പറഞ്ഞിട്ട് 3ആമത് എടുത്തു കൊടുക്കുന്നു ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നത് കാണുക. ഇനി ഞാൻ വേറൊന്നും വായിക്കണില്ല, അതിൽ ഹൈലൈറ്റ് ചെയ്തതാണല്ലോ വായിക്കേണ്ടത്. ഹൈലൈറ്റ് ചെയ്യാത്തത് വായിച്ചത് മഹാപാപാണല്ലോ. ഹൈലൈറ്റ് ചെയ്തത് വായിക്കാം. അമ്മ ഇദാ കാനത്തിൽ ഇസ്തിആനതു വൽ ഇസ്തിഗാസതു, എന്നാൽ ഇസ്തിആനത്തും ഇസ്തിഗാസയും സഹായതേട്ടവും സഹായാർത്ഥനയും ബിൽ മഖ്ലൂഖി സൃഷ്ടിയോടാണെങ്കിൽ, അൽ ഹയ്യി ജീവിച്ചിരിക്കുന്ന സൃഷ്ടിയോടാണെങ്കിൽ, അൽ ഹാലിരി ഹാജറുള്ള സൃഷ്ടിയോടാണെങ്കിൽ, ഫീമാ യഖ്ദിറു അലൈഹി ആ സൃഷ്ടിക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ, മിൻ ദഫ്ഇ അദുവിൻ ഒരു ശത്രുവിനെ തടയാൻ, ഔ ഇയാന അലാ ഹംലി ശൈഇൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം വഹിക്കാൻ, ഫലാ ബഅസ ബിഹാ അതിനൊരു കുഴപ്പമില്ല. ഹൈലൈറ്റ് ചെയ്തതിന്റെ അപ്പുറവും ഞാൻ വായിക്കണില്ല, ഹൈലൈറ്റ് ചെയ്തതിന്റെ ഇപ്പുറവും വായിക്കണില്ല. ഇനി ഇത് പറയുമ്പോ എന്തിനാ കായക്കൊടി ഹൈലൈറ്റ് ചെയ്തത് മാത്രം വായിച്ചത്, അതിന്റെ അപ്പുറത്തുണ്ടല്ലോ അതിന്റെ ഇപ്പുറത്തുണ്ടല്ലോ എന്ന് പറയാൻ നിൽക്കരുത്. ഹൈലൈറ്റ് ചെയ്തത് മാത്രം നോക്കിക്കോ. എന്താ പറഞ്ഞത്? അമ്മ ഇദാ കാനത്തിൽ ഇസ്തിആനതു വൽ ഇസ്തിഗാസ ബിൽ മഖ്ലൂഖിൽ ഹയ്യിൽ ഹാലിരി ഫീമാ യഖ്ദിറു അലൈഹി ഹാജറുള്ള ജീവനുള്ള സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ശത്രുവിനിൽ നിന്ന് തടയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കാൻ ഒക്കെ തേടിയാൽ ഫലാ ബഅസ ബിഹാദാ ഒരു കുഴപ്പമില്ല. ഫലാ ബഅസ ബിഹാ ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിധി പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് 3ആം നമ്പർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രബന്ധം തയ്യാറാക്കിയവരെ, അതിനെ ന്യായീകരിക്കുന്നവരെ, അവരോട് ചോദിക്കുന്നു, ഇത് ജിന്നിനെ പറ്റിയാണോ പറഞ്ഞത്? ഹൈലൈറ്റ് ചെയ്തല്ലേ? അപ്പൊ എന്താ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അനുവദനീയാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, അനുവദനീയാണ് എന്ന് വരുത്താനാണ് ഈ ലേഖനം എഴുതിയത്, ഈ പ്രബന്ധം തയ്യാറാക്കിയത്. അപ്പൊ പറയാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അനുവദനീയല്ല, പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയതല്ലേ? നിങ്ങൾ ഉദ്ധരിച്ച പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? പണ്ഡിതന്മാരുടെ വരിയായി നിങ്ങൾ ഉദ്ധരിച്ചത് എന്ത് പറഞ്ഞു? പറഞ്ഞതെന്താ? ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിധി, ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് 3ആമതായി കൊടുക്കുന്നു. ജിന്നിനോ ഒരു സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ അതിന് ഒരു കുഴപ്പവുമില്ല. ഇത് ജിന്നിന് ബാധകാണോ? ബാധകല്ലേ?
പറയണ്ടേ ഈ ആളുകൾ? വിശദീകരിക്കണ്ട ഈ ആളുകൾ? അപ്പോ ഇത്ര വലിയ അബദ്ധം എഴുതി വെച്ചിട്ട് നമ്മളോട് ചോദിക്കുക, നിങ്ങളല്ലേ ന്യായം പറയേണ്ടത്, നിങ്ങളല്ലേ തെളിവ് പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞു, ഈ പ്രബന്ധത്തിന്റെ ഓരോ പേജുകളും ഇൻഷാ അല്ലാഹ് പുറത്തു വരുന്നുണ്ട്. ഓരോ പേജും വിശദീകരിച്ച് ഞങ്ങൾ പുറത്തിറക്കുന്നുണ്ട്.